ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GSAT 30 അല്ലെങ്കിൽ GSAT 83 ഡിഗ്രിയിലുള്ള സി ബാൻഡ് സാറ്റലൈറ്റിനെ കുറിച്ചാണ്. ഈ സാറ്റലൈറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു വരികയാണ്. കാരണം ഇതിലേക്ക് കൂടുതൽ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ നയത്തിൻ്റെ ഭാഗമായി വിദേശ സാറ്റലൈറ്റുകളിൽ നിന്നും ഇന്ത്യൻ ചാനലുകൾ ഇന്ത്യൻ സാറ്റലൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈന സാറ്റലൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന മറ്റു വിദേശ സാറ്റലൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന ചാനലുകൾ ഇന്ത്യൻ സാറ്റലൈറ്റിലേക്ക് വരികയാണ് ഇപ്പോൾ. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമുക്ക് B4U മ്യൂസിക്, അതുപോലെ B4U മൂവി, ഒരുപാട് പഴക്കം ചെന്ന ചാനലാണ്. ഇത് ഏഷ്യാസാറ്റിലുണ്ടായിരുന്ന ഒരു ചാനലാണ്. 105 ഡിഗ്രിയിലൊക്കെ ഏഷ്യാസാറ്റിലുണ്ടായിരുന്ന സി ബാൻഡിൽ ഉണ്ടായിരുന്ന ചാനൽ കഴിഞ്ഞ ദിവസം 83 സി ബാൻഡിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ത്യൻ സാറ്റലൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വീഡിയോയിലൊന്ന് കാണിക്കാം. അതുപോലെ ബിഗ് TV പുതിയ ന്യൂസ് ചാനൽ, അതിൻ്റെ ഫ്രീക്വൻസിയും നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും ഏറെ ആകർഷണമാവുകയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാറ്റലൈറ്റായി മാറിയിരിക്കുകയാണ് 83 ഡിഗ്രി സി ബാൻഡ്. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന ഡിഷിലാണ്, ഇത് 10 അടിയുടെ 10 ഫീറ്റ് അലുമിനിയം ഡിഷാണ്. 25 വർഷം പഴക്കമുള്ള ഡിഷ് തന്നെയാണ്. ഇതിലാണ് ഞാനിന്ന് 83 സി ബാൻഡ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ സെൻറ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, സാറ്റലൈറ്റ് ചെയ്തിരിക്കുന്നത്, പൊസിഷൻ ചെയ്തിരിക്കുന്നത് അപ്സ്റ്റാർ ആയിരുന്നു. അപ്സ്റ്റാറിലെ സെൻറ്ററിലെ LNB ഞാൻ നിലവിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, അഴിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന 2 LNB, ഒന്നാമത്തെ LNB 68ഉം രണ്ടാമത്തെ LNB 66ഉം, 68 ഡിഗ്രിയും 66 ഡിഗ്രിയും. ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരേ ഒരു LNB ആണ് GSAT 83 ഡിഗ്രിയിലുള്ള സി ബാൻഡ് LNB ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ഗോൾഡിൻ്റെ സി ബാൻഡ് LNB ആണ്. സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. 5G ഫിൽറ്റർ LNB അല്ല, 5G ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള LNB ആണ്. സ്റ്റാർ ഗോൾഡിൻ്റെ ഒരു വിദേശ LNB ആണ്. ഇതിൽ സിഗ്നൽ സ്റ്റില്ലൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ LNB ആയിരുന്നു. പിക്ചർ സ്റ്റില്ല് വന്നപ്പോൾ 5G ബാധിച്ചു തുടങ്ങിയപ്പോൾ ഈ LNB ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇത് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസിയും കാര്യങ്ങളും, ചാനലിൻ്റെ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിലവിൽ ഇൻ്റൽസാറ്റ് 66 കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ട്രാക്ക് ചെയ്യുകയും കാണുകയും ചെയ്യുന്ന സി ബാൻഡ് ഉപഭോക്താക്കൾ, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു സാറ്റലൈറ്റായി ഈ 83 ഡിഗ്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണീയത, ഇതിൽ മഴവിൽ മനോരമ HD നമുക്ക് ഫ്രീ ആയിട്ട്, ഒരേ ഒരു മലയാളം ചാനൽ മഴവിൽ മനോരമ ഫ്രീ ആയിട്ട് HD കാണുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി 4115, ഹോറിസോണ്ടൽ 8000. അതുകൂടാതെ മഴവിൽ മനോരമയുടെ തന്നെ ന്യൂസ് ചാനൽ, ഒറിജിനൽ മഴവിൽ മനോരമ, നമുക്ക് ഇൻ്റൽസാറ്റ് 66 ഇൻ്റർനാഷണൽ ചാനലല്ല, മഴവിൽ മനോരമ ന്യൂസ് ചാനൽ. മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് ഈ മഴവിൽ മനോരമയുടെ TP ക്ലാമ്പ് ചെയ്യുമ്പോൾ സിഗ്നൽ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് പവർ കൂടിയത് കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നുണ്ട് 10 അടി 8 അടി ഡിഷിലൊക്കെ. അതുപോലെ മറ്റൊരു ചാനലായ ബിഗ് TV കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുതായി ലോഞ്ച് ചെയ്ത മലയാളം ന്യൂസ് ചാനൽ ബിഗ് TV മലയാളം, ഇതിൻ്റെ TP ആണ് 3757, ഹോറിസോണ്ടൽ 15000. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ന്യൂസ് ചാനലാണ്. നമുക്ക് പ്രാദേശിക ന്യൂസുകളൊക്കെ കേൾക്കാം. ബിഗ് TV 24/7 എന്ന് പറഞ്ഞിട്ട് പുതിയ മലയാളം ചാനൽ വന്നത്, ഇതും ഈ സാറ്റലൈറ്റിലേക്ക് വന്നത് ഇതിനെ കൂടുതൽ ആകർഷണമാക്കുകയാണ്, ഈ സാറ്റലൈറ്റിനെ. ഇതുകൂടാതെ ഇതിൽ പിന്നീട് ലഭിക്കുന്നത് നമുക്ക് കേരള വിഷനാണ്. കേരള വിഷൻ്റെ ഒരു പ്രാദേശിക ചാനൽ, അതുപോലെ ദർശന TV നമുക്ക് 66 ലഭിച്ചിരുന്നതാണ്. പിന്നീട് ഈ സാറ്റലൈറ്റിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ 7S മ്യൂസിക്, വാനവില്ല്, തമിഴ് ചാനലുകൾ ഇതിൽ കൂടുതലായി നമുക്ക് കാണാം. ഇനി നമുക്ക് പുതുതായി വന്ന മ്യൂസിക് ചാനലിൻ്റെ നോക്കാം. B4U മ്യൂസിക് നിലവിൽ നമുക്ക് 9XM ഒക്കെ ലഭിച്ചിരുന്ന മ്യൂസിക് ചാനൽ ലഭിച്ചിരുന്ന അതേ TPയിലേക്കാണ് വന്നിട്ടുള്ളത്. ഫ്രീക്വൻസി 3806, സിമ്പിൾ റേറ്റ് 28500, പോളാരിറ്റി വരുന്നത് ഹോറിസോണ്ടലാണ്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ 96% സിഗ്നൽ ക്വാളിറ്റി ലഭ്യമാണ്. അത്യാവശ്യം നല്ല, ഈ സാറ്റലൈറ്റിലെ നല്ല സിഗ്നൽ ക്വാളിറ്റിയുള്ള പവറുള്ള ഒരു TP തന്നെയാണ്. ഇതിലേക്കാണ് B4U മൂവീസും അതുപോലെ B4U മ്യൂസിക്കും വന്നിട്ടുള്ളത്. ഇതിൽ മറ്റുള്ള മ്യൂസിക് ചാനലുകളൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. മസ്തി, 9XM, അതുപോലെ കൂടുതൽ ഹിന്ദി മ്യൂസിക് ചാനലുകളുള്ള
ഒരു സാറ്റലൈറ്റായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് KU ബാൻഡിനേക്കാളും ക്വാളിറ്റിയുള്ള സൗണ്ട് ക്വാളിറ്റിയൊക്കെ സി ബാൻഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദൂരദർശൻ DD ഫ്രീ ഡിഷിൽ ഹിന്ദി മ്യൂസിക് അവൈലബിൾ ആണെങ്കിലും ഇത്ര സൗണ്ട് ക്വാളിറ്റിയോ പിക്ചർ ക്വാളിറ്റിയോ നമുക്ക് അവിടെ അവൈലബിൾ അല്ല, ആ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ അല്ല. രണ്ടും ഫ്രീ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ കൂടിയും സി ബാൻഡിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ പ്രാദേശികമായിട്ട് നോർത്ത് ഇന്ത്യൻ ചാനലുകളും ഒരുപാടുണ്ട്. അപ്പോൾ കൂടുതൽ ചാനലുകൾ നമുക്കിതിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. 66 ഇൻ്റൽസാറ്റിന് ശേഷം നിങ്ങൾക്ക് ഡിഷ് ആൻറ്റിന ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ 83 ട്രാക്ക് ചെയ്യാം. 8 അടിയോ 10 അടിയോ നല്ല ക്വാളിറ്റിയുള്ള ഡിഷാണെങ്കിൽ നമുക്ക് ക്ലാമ്പ് ചെയ്തും ഈ സാറ്റലൈറ്റ് കാണാം. ഇതുപോലുള്ള ഡിഷ് ആൻറ്റിന ട്രാക്കിംഗ് വിശേഷങ്ങൾക്കും കൂടുതൽ വീഡിയോകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.